السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. സ്നേഹമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അൽ ഉർവത്തുൽ വുസ്ഖ എന്ന നമ്മുടെ പ്രോഗ്രാമിലെ 4ാമത്തെ ക്ലാസ്സിലാണ് നമ്മളുള്ളത്. മഹാനായ സഹാബി ഇത്ബാൻ ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഫഇന്നല്ലാഹ ഖദ് ഹറമ അലന്നാരി മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് യബ്തഗി ബിദാലിക വജ്ഹല്ലാഹ്. നിശ്ചയം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുകയും അതിലൂടെ അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിക്കുകയും ചെയ്തവരെ അള്ളാഹു നരകത്തിന് നിഷിദ്ധമാക്കിയിരിക്കുന്നു. ഇവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നതോടൊപ്പം അതനുസരിച്ച് പ്രവർത്തിക്കണം എന്നും ഈ ഹദീത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. മിഫ്താഹുൽ ജന്നത്തി ലാ ഇലാഹ ഇല്ലല്ലാഹ്, സ്വർഗത്തിൻ്റെ താക്കോലാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത്. ഈ ഹദീത്തിനെ വിശദീകരിച്ചുകൊണ്ട് ചില മുൻഗാമികളായ സലഫുകൾ പറഞ്ഞു, പല്ലില്ലാത്ത താക്കോലുമായാണ് വല്ലവനും നാളെ പരലോകത്ത് വരുന്നതെങ്കിൽ അവനു വേണ്ടി സ്വർഗം തുറക്കപ്പെടുകയില്ല. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മനസ്സിലാക്കേണ്ട പ്രകാരം മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്താനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.